തിരുവനന്തപുരത്ത് RSS പ്രവർത്തകൻ ആനന്ദിന്റെ ആത്മഹത്യാ സീറ്റ് നിഷേധിച്ചതിലുള്ള മനോവിഷമത്തിലെന്ന് FIR. അസ്വാഭാവിക മരണത്തിന് കേസെടുത്തു. ആത്മഹത്യാക്കുറിപ്പിലെ മണ്ണ് മാഫിയ സംഘവുമായി നേതാക്കൾക്ക് ബന്ധം എന്നതുൾപ്പെടെയുള്ള ആരോപണങ്ങൾ കേന്ദ്രീകരിച്ച അന്വേഷണം. ഫോൺ സംഭാഷണവും പുറത്ത്. ഞാൻ രണ്ടും കൽപ്പിച്ചെന്നോടെ മത്സരിക്കാൻ തീരുമാനിച്ചു. എല്ലാ ഭാഗത്തുനിന്നുണ്ട്. ചുമതലയുള്ള ചിലവന്മാര് അവന്മാർക്ക് മാത്രമേ ഉള്ളൂ. ഇത്രമാത്രം അങ്ങ് അപമാനിച്ച് ആ ഒരു ലെവലിലേക്ക് കൊണ്ടുപോയിട്ടെ ഇനി അവന്മാർ അങ്ങനെ അങ്ങോട്ട് വെറുതെ ഇവിടെ എന്റെ മനസ്സ് സമ്മതിക്കൂടെ. അതിൽ ഞാൻ ഇത്രയും കാലം സംഘടനയ്ക്ക് വേണ്ടി എന്തും ചെയ്യുന്ന ഒരു അവസ്ഥയിലല്ലേ നിന്ന് എന്റെ പണം, ശരീരം, എന്റെ മനസ്സ് ഇതെല്ലാം ഞാൻ സംഘടനയ്ക്ക് കൊടുത്തില്ലേ. ആനന്ദ് ഇപ്പോൾ ശിവസേനയിലെന്നും മരണത്തെ രാഷ്ട്രീയവൽക്കരിക്കരുതെന്നും BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് S. സുരേഷ്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മുന്നണികൾക്ക് തലവേദനയായി വിമതശല്യം. തിരുവനന്തപുരം കോർപ്പറേഷനിലെ ഉള്ളൂർ വാർഡിലും CPM-ന് വിമതൻ. ലോക്കൽ കമ്മിറ്റി അംഗവും ദേശാഭിമാനി മുൻ ബ്യൂറോ ചീഫുമായ K. ശ്രീകണ്ഠൻ വിമതനായി മത്സരിക്കും. സ്ഥാനാർത്ഥി നിർണയത്തിൽ കടകംപള്ളി സുരേന്ദ്രന് വ്യക്തി താൽപര്യമെന്ന് ശ്രീകണ്ഠൻ. കോഴിക്കോട് കോർപ്പറേഷൻ വാർഡുകളിലേക്കുള്ള 22-അംഗ രണ്ടാംഘട്ട സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറക്കി BJP. K. മുരളീധരന് BJP മുന്നേറ്റം കണ്ടുള്ള മാനസിക വിഭ്രാന്തിയെന്ന് B. ഗോപാലകൃഷ്ണൻ. സംസ്ഥാന തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ സപ്ലിമെന്ററി വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. സംസ്ഥാനത്ത് 2,86,6279 വോട്ടർമാർ. പുതിയതായി ചേർത്തത് 2,67,587 പേരെ. 34,745 വോട്ടുകൾ നീക്കം ചെയ്തു. പട്ടിക പ്രസിദ്ധീകരിച്ചത് ഇന്നലെ അർദ്ധരാത്രി.